ഹേ എവ്രി വൺ, ഇറ്റ്സ് മീ ആയിഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്. നാളെ ഫ്രൈഡേ ആണ് കേട്ടോ. നാളെ നമുക്ക് ഓഫാണ്. അപ്പം ഇന്ന് നമുക്ക് വീട്ടിലേക്കുള്ള കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങണം. നാളെ ഇപ്പം ഫ്രൈഡേ അല്ലേ, ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം ഫുഡ് ഉണ്ടാക്കാനുള്ള ഉള്ളി, തക്കാളി, പച്ചക്കറികളുണ്ടല്ലോ, പച്ചക്കറികളും പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം അതിന് പോകണം. പിന്നെ അതുപോലെ നാളെ ഇക്കൻ്റെ 2 ഫ്രണ്ട്സ് നാട്ടിലേക്ക് പോവാണ്. അപ്പം ഓരോ കൂടെ ഡിന്നർ കഴിക്കാനും വേണ്ടിയിട്ട് പോകണം. അപ്പം ഫസ്റ്റ് പോയിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള തമറും കൂടി വാങ്ങാൻ കേട്ടോ, ഡേറ്റ്സ്. അപ്പം അതും വാങ്ങാൻ വേണ്ടി പോകാനുണ്ട്. അപ്പം ആകെ മൊത്തം ഒരു തിരക്ക് പിടിച്ചിട്ടുള്ളൊരു നൈറ്റായിരിക്കും കേട്ടോ ഒന്ന്. അപ്പം നമ്മൾ ആദ്യം മദീനയിൽ പോട്ടെ. മദീനയിൽ ഇന്നിപ്പോൾ വ്യാഴാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവും. നാളെ ഫ്രൈഡേ അല്ലേ, ഫ്രൈഡേ അതിനേക്കാളും നല്ല തിരക്കുണ്ടാവും. അപ്പം ഫസ്റ്റ് നമുക്ക് സാധനം വാങ്ങിയിട്ട് വരാം. കേറുന്നില്ലേ? ജിംബ കേറ്. അത് അതിനങ്ങോട്ടുണ്ട്. And trying food. അങ്ങനെ വീട്ടിലേക്കുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമുക്ക് നേരെ പോയിട്ട് തമര വാങ്ങാൻ വേണ്ടി പോവാം. ഞാൻ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ പ്രൊമോഷൻ എന്ന് കണ്ടപ്പം ഞാൻ ജസ്റ്റ് വാങ്ങിയതാണ്. ദുബായ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറാണെന്നൊക്കെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ആകെ മൊത്തം തിരക്കായതുകൊണ്ട് ഞാൻ നല്ലോണം നോക്കില്ല കേട്ടോ. ജസ്റ്റ് ചെറിയ എന്തോ പൈസ ഉള്ളയോ ഞാൻ വേഗം അതെടുത്ത്. പക്ഷെ അത് കുടിച്ച് നോക്കിയപ്പോഴാണ് നല്ലപോലെ പണി കിട്ടിയെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്തോ ഒരു ടേസ്റ്റ്, ഒരു വെള്ളത്തിനൊരു പുളിപ്പുള്ള പോലത്തെ ഒരു ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അത് ഞാൻ ഒട്ടും കുടിച്ചില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള മെക്കിൽ കയറിയിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റും പിന്നെ ഒരു കുഞ്ഞ് ഡോണട്ടും കൂടി വാങ്ങിയിട്ട് താൽക്കാലികമായിട്ടുള്ള വിശപ്പടക്കി. അപ്പം ഇന്നത്തെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മറക്കുമെന്ന് പറഞ്ഞല്ലോ. കുറച്ച് നട്ട്സ് വാങ്ങണം വിചാരിച്ചിട്ടുണ്ടേനു, ആൽമണ്ട്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ രാവിലെ സോക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ മറന്നുപോയി. ഇനിയിപ്പം നമ്മൾ ഇക്കൻ്റെ 2 ഫ്രണ്ട്സ് നാളെ പോവാണ് നാട്ടിലേക്ക്. അപ്പോൾ പിന്നെ ഓർക്ക് ഓരോ കൂടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഓരോടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. പിന്നെ നമ്മൾ ഓർക്കുള്ള തമര വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പം നമ്മളിവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. പിന്നെ ഞാൻ മറ്റേ ഈ ഒരു ഡ്രിങ്ക് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, കട്ട ഫ്ലോപ്പ് ചെയ്യുന്നു കേട്ടോ. എന്തോ ഒരു ചായ ടേസ്റ്റ് ഉണ്ടായിരുന്നു, തീരെ ടേസ്റ്റ് ഇല്ല. എന്തോ ഒരു പച്ചവെള്ളം പോലെ. ഞാൻ കുനാഫ, പിസ്താഷ്യോ കുനാഫ അങ്ങനെ കണ്ടപ്പോൾ വിചാരിച്ചു ചോക്ലേറ്റിൻ്റെ എന്തോ ഡ്രിങ്ക് ആയിരിക്കും എന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ വാങ്ങിയതായിരുന്നു. പക്ഷെ ചോക്ലേറ്റ് ഒന്നുമില്ല സാധനം, ഒരു എന്തോ ഒരു വെള്ളം സ്മെല്ല് തന്നെ. അപ്പം അത് കുടിച്ചില്ല, അതവിടെ വേസ്റ്റായി. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി അത് കുടിച്ചു.
ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോകണം. ഇനിയിപ്പോഴത്തെ ഏറ്റവും വലിയ പണി ഈ വാങ്ങിയ സാധനങ്ങൾ എടുത്ത് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാം. അപ്പം ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെക്കാം. എന്തേലും അതൊക്കെ എടുത്തേക്കാം. ബാക്കി പിന്നെ വന്നിട്ട് എടുത്ത് വെക്കാം. ഏത് സ്ട്രോബെറി എനിക്ക് വേണം പറഞ്ഞില്ലേ? ചപ്പാത്തി അല്ലടാ. അപ്പം ഫ്രിഡ്ജിൽ വെക്കേണ്ട ഐറ്റംസ് ഒക്കെ വേഗം എടുത്ത് വെക്കട്ടെ. അങ്ങനെ ആകെ മൊത്തം ഒരു ജഗബൊക്കയിൽ ഞാൻ അത്യാവശ്യം ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ വേഗം എടുത്ത് വെച്ചിട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും സംഭവം ചിലപ്പോൾ കേടാവൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട്. പക്ഷേ എന്നാലും എനിക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടോ. കാരണം തിരിച്ച് വന്നാലും ഞാൻ തന്നെ അതെടുത്ത് വെക്കണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ടതൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നിട്ടോ. ഇപ്പോൾ ടൈം എനിക്ക് തോന്നുന്നു ഒരു 1 മണി 1:30 ആയിട്ടുണ്ട് തോന്നുന്നു. നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു, നല്ല പോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. പിന്നെ നമ്മൾ നേരെ ഷാർമ ഹൗസിലേക്കാണ് വന്നത്. ഇവിടെ വന്നാൽ ഫുഡ് അടിപൊളിയാണ്, പക്ഷെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടാവും. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഒക്കെ ആവുന്ന സമയത്ത് നല്ല തിരക്കുണ്ടാവും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ എത്തി. മക്കൾക്ക് ബ്രോസ്റ്റ് മന്തി പറഞ്ഞതുകൊണ്ട് ഓർക്ക് ബ്രോസ്റ്റ് വാങ്ങി. നമുക്ക് പിന്നെ മിക്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആട്ടോ വാങ്ങിയത്. കബാബ്, റൈസ്, പിന്നെ എനിക്ക് ഫഹം മന്തി പറഞ്ഞപ്പോൾ ഫഹം വാങ്ങി. അങ്ങനെ മിക്സ് ആയിട്ട് കുറേ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്